ഹായ് കൂട്ടുകാരെ, ചക്കപ്പായസമാണ് പരിചയപ്പെടുത്തുന്നത്. 7 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അധികം കറുപ്പില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ശർക്കര ഞാൻ നേരത്തെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 തവി ചക്ക വരട്ടിയതാണ് എടുത്തിട്ടുള്ളത്. അടുപ്പത്താണ് വയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ പായസം എളുപ്പത്തിൽ കുറുകി കിട്ടുകയും ചെയ്യും. നല്ലൊരു രുചിയായി വരികയും ചെയ്യും. ശർക്കര ഞാൻ ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്താണ് ഇത് പാചകം ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഒരു ചക്ക വരട്ടിയതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. കല്ലുപെടാതെ ഒന്നിങ്ങോട്ട് അരിച്ച് പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പ് കൊളുത്താം. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ചക്കയും ശർക്കരയും തമ്മിൽ യോജിച്ചു കൊള്ളും. ഞാൻ മുഴുവനായും യോജിപ്പിക്കുന്നില്ല. കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ വേണം. അപ്പോൾ ഒരു രസമാണ്. കട്ടി കുറച്ച് നമ്മളത് അതിൽ ലയിപ്പിച്ച് എടുക്കണം. ഇതിങ്ങനെ തിളച്ച് എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. 2 നാളികേരമാണ്, വലിയ നാളികേരമാണ് ഞാൻ ചിരവിയെടുത്ത് പാലിനായി തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ രണ്ടാമതെടുത്ത പാൽ, ആദ്യം എടുത്ത പാൽ മാറ്റി വെച്ചു. രണ്ടാമതെടുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചക്കയും ശർക്കരയുമായി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിൽ ഞാനൊരു 4 ഏലക്കായും കുറച്ച് ജിഞ്ചർ പൗഡർ, അതായത് ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു തേങ്ങാപ്പാലിൻ്റെയും ചക്കയുടെയും ഒരു ഗ്യാസ്ട്രിക് സ്വഭാവം മാറാൻ വേണ്ടിയാണ്. 2 ടീസ്പൂൺ അളവിൽ പച്ചരിപ്പൊടി നല്ലപോലെ വെള്ളത്തിൽ കലക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടും. അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുജീരകം പൊടിച്ചതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന് ഗ്യാസ്ട്രിക് സ്വഭാവം വരുന്നത് കൊണ്ട് വയറിന് പ്രശ്നം വരും. ഈ പായസം വളരെ കുറച്ചേ കുടിക്കാവൂ. ഒരു 1/4 ഗ്ലാസ് അളവിൽ കുടിക്കാം. അപ്പോൾ നമുക്കൊരു ദോഷവും ഇല്ല, നല്ല ടേസ്റ്റും ആണ്. വല്ലാതെ കുടിച്ചു കഴിയുമ്പോഴാണ് വയറിന് പ്രശ്നം വരുന്നത്. ഇനി ഞാൻ 1-ാം പാല് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 10 മിനിറ്റോളം ഞാനിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ചക്കപ്പായസിൻ്റെ യഥാർത്ഥ കളർ ഇതാണ്, ഒരു ഇളം കറുപ്പ് നിറം. ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് നമുക്ക് പിറ്റേ ദിവസവും കൂട്ടാം. ഇനി ഇതിലേക്ക് വറുത്തിടാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണമെങ്കിൽ വറുത്തിടാം. ഞാനിവിടെ തേങ്ങ കൊത്താണ് വറുത്തിടുന്നത്. പണ്ടൊക്കെ തേങ്ങ കൊത്താണ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല പോലെ കരിയാതെ എന്നാൽ നല്ല പോലെ മൂത്ത് വറുക്കണം. അതും കൂടി ഇതിലേക്ക് കൊട്ടിക്കൊടുത്താൽ ചക്ക പായസം റെഡി. നല്ല കൊഴുത്ത പായസമാണ്. ഇനി ഇത് ഈ തേങ്ങാ കൊത്ത് മൂപ്പിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സ്വാദൂറും ചക്ക പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു മണമുള്ള ഒരു പായസമാണ്. കുറച്ച് നേരം ഇതിന് പണിയെടുക്കണം. അതുകൊണ്ട് തന്നെ അധികം ആരും ഇത് ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്നില്ല, മടിയാണ്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഒരു രുചിയുള്ള പായസവും ആണ്. ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.